നമസ്കാരം പ്രിയ കുട്ടികളെ, നമ്മൾ ഇന്ന് 8ാം ക്ലാസ്സിന്റെ മാത്സ് മൂന്നാമത്തെ ചാപ്റ്റർ വർഗ സമവാക്യങ്ങൾ സ്ക്വയർ ഐഡന്റിറ്റീസ് അതിലെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 45-ലെ 3-4 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് നോക്കുന്നത്. Third question, see this pattern. 3 equals 2 square minus 1 square, 5 equals 3 square minus 2 square, 7 equals 4 square minus 3 square. Check whether some other odd numbers can also be written as the difference of two perfect squares. Explain why all odd numbers greater than 1 can be written like this. Hint, recall the general form of an odd number seen in class 7. ഈ കണക്കുകൾ നോക്കുക. 3 സമം 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ, 5 സമം 3 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ, 7 സമം 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ. കുറെ കൂടി ഒറ്റസംഖ്യകൾ എടുത്ത് പൂർണ്ണവർഗങ്ങളുടെ വ്യത്യാസമായി എഴുതാൻ കഴിയുമോ എന്ന് പരിശോധിക്കുക. ഒന്നിനേക്കാൾ വലിയ എല്ലാ ഒറ്റസംഖ്യകളെയും ഇങ്ങനെ എഴുതാൻ കഴിയുന്നതിന്റെ കാരണം വിശദീകരിക്കുക. സൂചന, ഒറ്റസംഖ്യകളുടെ പൊതുരൂപം 7ാം ക്ലാസ്സിൽ കണ്ടത് ഓർക്കുക. നമുക്ക് തന്നിരിക്കുന്നത് 3, 5, 7 എക്സിട്ര എന്നിങ്ങനെയുള്ളത് ഒറ്റസംഖ്യകളാണ്. ഓരോ ഒറ്റസംഖ്യയെയും രണ്ട് പൂർണ്ണവർഗങ്ങളുടെ പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ വ്യത്യാസമായി എഴുതിയിരിക്കുകയാണ്. ഇപ്പോൾ 3 സമം 2 സ്ക്വയർ 1 സ്ക്വയർ എന്നുള്ളത് രണ്ട് പൂർണ്ണവർഗങ്ങളാണ്. അവയുടെ വ്യത്യാസമായിട്ടാണ് 3 എഴുതിയിരിക്കുന്നത്. അതേപോലെ 5 സമം 3 സ്ക്വയർ 2 സ്ക്വയർ അവയുടെ വ്യത്യാസമാണ്. അതുപോലെ 7 എന്ന ഒറ്റസംഖ്യയെ 4 സ്ക്വയർ 3 സ്ക്വയർ അവയുടെ വ്യത്യാസമായി എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഇത് പരിശോധിച്ചാൽ നമുക്ക് ഇതിലൊരു പാറ്റേൺ മനസ്സിലാവും. 3, 5, 7 എക്സിട്ര എന്നിങ്ങനെയുള്ളത് ഒറ്റസംഖ്യകളാണ്. ഇത് 2 സ്ക്വയർ 1 സ്ക്വയർ, ഈ 2, 1 എന്നുള്ളത് അടുത്തടുത്ത രണ്ട് സംഖ്യകളാണ്. അതുപോലെ 3 സ്ക്വയർ 2 സ്ക്വയർ, ഈ 3ഉം 2ഉം എന്നുള്ളത് അടുത്തടുത്ത സംഖ്യകളാണ്. 4ഉം 3ഉം എന്നുള്ളത് അടുത്തടുത്ത സംഖ്യകളാണ്. അപ്പോൾ തുടർന്ന് വരുന്ന രണ്ട് സംഖ്യകളുടെ പൂർണ്ണവർഗങ്ങളുടെ വ്യത്യാസങ്ങളായിട്ടാണ് ഈ ഒറ്റസംഖ്യകളെ എഴുതിയിരിക്കുന്നത്. നമ്മളോട് ആദ്യം ചോദിച്ചിട്ടുള്ളത് കുറെ കൂടി ഒറ്റസംഖ്യകളെ എടുത്ത് ഇതുപോലെ പൂർണ്ണവർഗങ്ങളുടെ വ്യത്യാസമായി എഴുതാൻ കഴിയുമോ എന്നുള്ളതാണ്. 3, 5, 7 കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഒറ്റസംഖ്യ 9 എടുക്കാം. ഇവിടെ 2, 3, 4, അപ്പോൾ അടുത്ത സംഖ്യ 5 ആയിരിക്കും. 5 സ്ക്വയർ. ഇവിടെ 4ഉം 3ഉം എന്ന് പറയുന്നത് 4നേക്കാൾ 1 കുറവാണ് 3. അപ്പോൾ 3നേക്കാൾ 1 കുറവാണ് 2, 2നേക്കാൾ 1 കുറവാണ് 1. അപ്പോൾ ഇവിടെ 5 സ്ക്വയർ ആണ് എടുക്കുന്നതെങ്കിൽ 5നേക്കാൾ 1 കുറവായ 4 സ്ക്വയർ ആയിരിക്കും. ഇനി 9 കഴിഞ്ഞാൽ അടുത്ത ഒറ്റസംഖ്യ 11. 11നെ 2, 3, 4, 5, അപ്പോൾ അടുത്തത് 6 സ്ക്വയർ മൈനസ് ഇനി 6നേക്കാൾ 1 കുറവായ 5 സ്ക്വയർ. ഇത് ശരിയാണോ എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. അപ്പോൾ ഇത് 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ എന്നുള്ളത് 2ന്റെ സ്ക്വയർ 4 മൈനസ് 1ന്റെ സ്ക്വയർ 1 സമം 3. അപ്പോൾ ഇത് ശരിയാണ്. ഇനി അടുത്തത് 3 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ, 3ന്റെ വർഗം 9 മൈനസ് 2ന്റെ വർഗം 4. 9 മൈനസ് 4 എന്നുള്ളത് 5 ആണ്. ഇനി അടുത്തത് 4ന്റെ വർഗം 4 × 4 16 മൈനസ് 3 സ്ക്വയർ എന്നുള്ളത് 3 × 3 9 സമം 7. ഇനി 5 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ എന്നുള്ളത് 5 × 5 25 ആണ്. മൈനസ് 4 × 4 16 സമം 9 ആണ്. ഇനി 6 സ്ക്വയർ 6 × 6 36, 5 × 5 25 സമം 11. ഒന്നിനേക്കാൾ വലിയ ഒന്നൊഴികെയുള്ള എല്ലാ ഒറ്റസംഖ്യകളെയും നമുക്ക് ഇതുപോലെ അടുത്തടുത്ത് വരുന്ന രണ്ട് സംഖ്യകളുടെ പൂർണ്ണവർഗങ്ങളുടെ വ്യത്യാസമായി എഴുതാൻ കഴിയും എന്നാണ് നമുക്ക് തെളിയിക്കാനുള്ളത്. ഇവിടെ നമ്മൾ 5 സംഖ്യകളാണ് എടുത്ത് പരിശോധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തുടർന്ന് വരുന്ന എല്ലാ സംഖ്യകളും ഇതുപോലെ എഴുതാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇവയുടെ പൊതുരൂപം ബീജഗണിത രൂപം ജനറൽ ഫോമിൽ വേണം അത് തെളിയിക്കാൻ. അങ്ങനെയാവുമ്പോഴാണ് ഏതൊറ്റ സംഖ്യയ്ക്കും എന്ന് നമുക്ക് പറയാൻ കഴിയുക. ഇതിന്റെ ബീജഗണിത രൂപം ജനറൽ ഫോമിൽ നമുക്കത് തെളിയിക്കാം. ഇതിന്റെ ബീജഗണിത രൂപം ഓൾജിബ്രായിക് ഫോം നോക്കാം. ഇപ്പോൾ n എന്നുള്ളത് ഒരു എണ്ണൽ സംഖ്യ. അപ്പോൾ തൊട്ടടുത്തുള്ള തുടർന്ന് വരുന്ന എണ്ണൽ സംഖ്യ കിട്ടാൻ ഈ n-ന്റെ കൂടെ ഒരു 1 കൂട്ടിയാൽ മതി. 5 ഒരു എണ്ണൽ സംഖ്യയാണ്. അപ്പോൾ തുടർന്ന് വരുന്ന എണ്ണൽ സംഖ്യ എന്നുള്ളത് 5ന്റെ കൂടെ 1 കൂട്ടുമ്പോൾ കിട്ടുന്ന 6 ആണ്. അതുപോലെ n ഒരു എണ്ണൽ സംഖ്യയാണ്. അപ്പോൾ തുടർന്ന് വരുന്ന എണ്ണൽ സംഖ്യ ഈ n-ന്റെ കൂടെ ഒരു 1 കൂട്ടുന്നതാണ്.
അപ്പോൾ നമുക്ക് തെളിയിക്കാനുള്ളത് ഇങ്ങനെ അടുത്തടുത്ത് വരുന്ന രണ്ട് എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം ഒരൊറ്റ സംഖ്യയാണ് എന്നുള്ളതാണ്. ഈ രണ്ട് സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം നോക്കാം. വലിയ സംഖ്യയുടെ വർഗ്ഗത്തിൽ നിന്നാണ് ചെറിയ സംഖ്യയുടെ വർഗ്ഗം കുറയ്ക്കുന്നത്. അപ്പോൾ വലിയ സംഖ്യ n+1 ആണ്. നമുക്ക് തെളിയിക്കാനുള്ളത് n+1 വർഗ്ഗം മൈനസ് n വർഗ്ഗം. അത് n+1 ഹോൾ സ്ക്വയർ എന്നുള്ളത് x+y² ആണ്. അത് നമുക്കറിയാം x² പ്ലസ് 2xy+y². ഇവിടെ x എന്നുള്ളത് n ആണ്, y എന്നുള്ളത് 1 ആണ്. ഈ രീതിയിൽ എഴുതുമ്പോൾ x² എന്നുള്ളത് n² പ്ലസ് 2 × n × 1 പ്ലസ് y² എന്നുള്ളത് 1² മൈനസ് ഈ n² ആണത് സമം n². 2 × n × 1 എന്ന് പറയുന്നത് 2n. 1 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് അതേ സംഖ്യ തന്നെയാണ് കിട്ടുക. പ്ലസ് 1² മൈനസ് n². ഇവിടെ ഒരു പ്ലസ് n² ഉണ്ട്, മൈനസ് n² ഉണ്ട്. അപ്പോൾ പ്ലസ് n²ൽ നിന്ന് n² മൈനസ് ചെയ്താൽ 0 സമം ബാക്കിയുള്ളത് 2n + 1. തുടർന്ന് വരുന്ന രണ്ട് എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒരു രൂപത്തിലാണ്. ഈ ഒരു ജനറൽ ഫോമിൽ, ഓൾജിബ്രായിക് ഫോമിലാണ് കിട്ടിയിട്ടുള്ളത്. ഇത് ഒറ്റ സംഖ്യയുടെ ഒരു പൊതുരൂപമാണ്. ഒരു എണ്ണൽ സംഖ്യ n ആണെങ്കിൽ അതിനെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ഇരട്ട സംഖ്യ ആവും എന്ന് പറഞ്ഞു. ആ ഇരട്ട സംഖ്യയുടെ കൂടെ ഒരു 1 കൂട്ടിയാൽ കിട്ടുന്നതാണ് ഒറ്റ സംഖ്യ എന്നുള്ളത്. അതുകൊണ്ട് ഇത് ഒറ്റ സംഖ്യയുടെ ബീജഗണിത രൂപമാണ്, ഓൾജിബ്രായിക് ഫോമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരമാവുകയാണ്. അപ്പോൾ 1നേക്കാൾ വലിയ എല്ലാ ഒറ്റ സംഖ്യകളെയും ഇതുപോലെ തുടർന്ന് വരുന്ന രണ്ട് സംഖ്യകളുടെ പൂർണ്ണവർഗ്ഗങ്ങളുടെ വ്യത്യാസമായിട്ട് എഴുതാൻ കഴിയും. അത് എപ്പോഴും ഒരു ഒറ്റ സംഖ്യയാണ്. ഇത് ഒറ്റ സംഖ്യയുടെ ഓഡ് നമ്പറിൻ്റെ ബീജഗണിത രൂപമാണ്, ഓൾജിബ്രായിക് ഫോമാണ്. അതുകൊണ്ട് all odd number greater than 1 can be written as the difference of two perfect squares. 1നേക്കാൾ വലിയ എല്ലാ ഒറ്റ സംഖ്യകളെയും രണ്ട് പൂർണ്ണവർഗ്ഗങ്ങളുടെ വ്യത്യാസമായി എഴുതാം. Fourth question. Give reasons for the fact that the square of any number ending in 1 also end in 1. What about numbers ending in 5 and number ending in 6? 1ൽ അവസാനിക്കുന്ന ഏതൊരു സംഖ്യയുടെയും വർഗ്ഗം 1ൽ തന്നെ അവസാനിക്കും എന്ന് സമർത്ഥിക്കുക. 5ൽ അവസാനിക്കുന്ന സംഖ്യയുടെയോ 6ൽ അവസാനിക്കുന്ന സംഖ്യയായാലോ. ഇതിലെ ആദ്യത്തെ ചോദ്യം, 1ൽ അവസാനിക്കുന്ന ഏതൊരു സംഖ്യയുടെയും വർഗ്ഗം 1ൽ തന്നെ അവസാനിക്കും സമർത്ഥിക്കുക. സമർത്ഥിക്കുക എന്നുള്ളത് ഇത്തരം എല്ലാ സംഖ്യകൾക്കും ഇത് ബാധകമാണ് എന്ന് തെളിയിക്കലാണ്. ആദ്യം നമുക്ക് 1ൽ അവസാനിക്കുന്ന കുറച്ച് സംഖ്യകൾ എടുത്ത് ഇത് നമുക്കൊന്ന് പരിശോധിക്കാം. 1ന്റെ വർഗ്ഗം എന്നുള്ളത് 1 × 1 1 ആണ്. ഇനി 11ന്റെ വർഗ്ഗം 11 × 11 121. ഇനി 1ൽ അവസാനിക്കുന്ന അടുത്ത സംഖ്യ 21 ആണ്. 21ന്റെ വർഗ്ഗം 21 × 21 441. അടുത്തത് 31². 31 × 31 961. എടുത്തിട്ടുള്ളത് 1ൽ അവസാനിക്കുന്ന സംഖ്യകളാണ്. അവയുടെ വർഗ്ഗങ്ങളും 1ലാണ് അവസാനിക്കുന്നത്. 1ൽ അവസാനിക്കുന്ന എല്ലാ സംഖ്യകളുടെയും വർഗ്ഗങ്ങളും 1ൽ അവസാനിക്കുന്നതാണ്. അപ്പോൾ എല്ലാ സംഖ്യകളും എന്ന് തെളിയിക്കണമെങ്കിൽ ബീജഗണിത രൂപം ഓൾജിബ്രായിക് ഫോമിൽ വേണം തെളിയിക്കാൻ. അപ്പോൾ 1ൽ അവസാനിക്കുന്ന സംഖ്യയുടെ പൊതുരൂപം നമുക്ക് എങ്ങനെയാവുമെന്ന് നോക്കാം. 11 എന്നുള്ളതിനെ നമുക്ക് 10 × 1 + 1. ഇനി 21നെ 2 ആണ് 10ന്റെ സ്ഥാനത്ത്. അപ്പോൾ 10 × 2 + 1 എന്ന് എഴുതാം. 10 × 2 20 ആണ്, +1 21. 31നെ 10 × 3 + 1 എന്ന് എഴുതാം. 10 × 3 30 ആണ്, +1 എന്ന് പറയുമ്പോൾ 31. ഇനി ഒരു 3 അക്ക സംഖ്യ എടുക്കുകയാണെങ്കിൽ 261. 26നെ ഒരുമിച്ചെടുത്താൽ 10 × 26 എന്ന് പറയാം. 10 × 26 എന്ന് പറയുന്നത് 26ന്റെ കൂടെ ഒരു 0 ചേർത്താൽ മതി 10 കൊണ്ട് ഗുണിക്കാൻ. അപ്പോൾ 260. 260 + 1 എന്നുള്ളത് 261. 1ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ ഒരു പൊതുരൂപത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. അത് 10ന്റെ ഗുണിതം +1 ആയിരിക്കും. ഇത് 10 × 1, ഇവിടെയും 10ന്റെ ഗുണിതമാണ്. ഇതിലെല്ലാം 10ന്റെ ഗുണിതമാണ്. അതിൻ്റെ കൂടെ ഒരു 1 കൂട്ടുന്നതാണ്. അപ്പോൾ 1ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ പൊതുരൂപം എന്നുള്ളത് 10ന്റെ ഗുണിതം +1, മൾട്ടിപ്പിൾ ഓഫ് 10 + 1, അതായത് 10n + 1. ഈ n എന്നുള്ളത് ഏത് സംഖ്യയാണെങ്കിലും അതിനെ 10 കൊണ്ട് ഗുണിച്ച് 1 കൂട്ടുന്നതാണ് ഈ 1ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ പൊതുരൂപം, ജനറൽ ഫോം എന്നുള്ളത്. ഇനി നമുക്ക് തെളിയിക്കാനുള്ളത് ഇതിൻ്റെ വർഗ്ഗവും ഈ രൂപത്തിൽ തന്നെയാണ് എന്നുള്ളതാണ്. ഇതിൻ്റെ വർഗ്ഗം എന്നുള്ളത് 10n + 1 ഹോൾ സ്ക്വയർ. ഇത് x + y² രൂപത്തിലാണ്.
അപ്പോൾ നമുക്കറിയാം എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ സമം എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ. ഇതാണ് എക്സ് എന്നുള്ളത്, ഇത് വൈ. സമം എക്സ് സ്ക്വയർ എന്നുള്ളത് 10n ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 10n ഇൻറ്റു വൈ എന്നുള്ളത് 1 പ്ലസ് വൈ സ്ക്വയർ എന്നുള്ളത് 1 സ്ക്വയർ സമം 10n ഹോൾ സ്ക്വയർ. 10ൻ്റെ സ്ക്വയർ എന്നുള്ളത് 10 ഇൻറ്റു 10 ഇൻറ്റു n സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 10n ഇൻറ്റു 1 പ്ലസ് 1. നമുക്ക് തെളിയിക്കേണ്ടത് ഈ ഒന്നിൽ അവസാനിക്കുന്ന ഈ സംഖ്യയുടെ ഈ വർഗവും ഈ പൊതുരൂപത്തിലാണ് എന്നുള്ളതാണ്. ഇനി ഈ രണ്ട് സംഖ്യകൾ എടുത്താൽ ഇതിൽ രണ്ടിലും 10 പൊതുഘടകമാണ്. ആ പൊതുഘടകം കോമൺ ഫാക്ടർ പുറത്തേക്ക് എടുക്കാം. ഈ ഒരു 10 പുറത്തേക്ക് എടുത്താൽ ബാക്കി 10n സ്ക്വയർ പ്ലസ് ഇവിടെ ഈ ഒരു 10 പുറത്തേക്ക് എടുത്താൽ ബാക്കി 2 ഇൻറ്റു n, അപ്പോൾ 2n ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം പ്ലസ് 1. ഈ സംഖ്യ എന്നുള്ളത് n എന്ന ചരത്തിന് വേരിയബിളിന് ഏത് വില കൊടുത്തോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കിട്ടുന്ന ഒരു സംഖ്യയാണ്. ആ സംഖ്യ ഏതാണെങ്കിലും ആ സംഖ്യയെ 10 കൊണ്ട് ഗുണിച്ച് മൾട്ടിപ്പിൾ ചെയ്ത് അതിൻ്റെ കൂടെ 1 കൂട്ടുക എന്നുള്ളതാണ്. ഈ സംഖ്യ ഏത് തന്നെയാണെങ്കിലും അതിനെ 10 കൊണ്ട് ഗുണിക്കുന്നത് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നത് കൊണ്ട് ഈ ഒരു സംഖ്യ എന്നുള്ളത് 10ൻ്റെ ഗുണിതമാണ് പ്ലസ് 1. ഇതിനെ നമുക്ക് 10ൻ്റെ ഗുണിതം പ്ലസ് 1 എന്ന് പറയാം. ഇവിടെ നമ്മൾ കണ്ടെത്തിയത് ഒന്നിൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യയുടെ പൊതുരൂപം ബീജഗണിത രൂപമാണ്, ജനറൽ ഫോമാണ്. അതിനായി നമ്മൾ അത്തരം സംഖ്യകളെ 10ൻ്റെ ഗുണിതം പ്ലസ് 1 എന്നിങ്ങനെ പിരിച്ചെഴുതി അതിൽ നിന്നാണ് നമ്മൾ ഈ രൂപത്തിലേക്ക് എത്തിയത്. പിന്നെ നമുക്ക് തെളിയിക്കാനുള്ളത് ഈ സംഖ്യയുടെ വർഗവും ഇതേ രൂപത്തിൽ തന്നെയാണ് എന്നുള്ളതാണ്. അതിനായി ഈ സംഖ്യയുടെ വർഗം കണ്ടു. അങ്ങനെ ഈ രണ്ട് സംഖ്യകളിൽ നിന്ന് 10 എന്ന പൊതുഘടകം കോമൺ ഫാക്ടർ പുറത്തേക്ക് എടുത്തു. ഇത് 10ൻ്റെ ഗുണിതം പ്ലസ് 1 എന്ന രൂപത്തിൽ നമുക്ക് കിട്ടി. അപ്പോൾ ഒന്നിൽ അവസാനിക്കുന്ന സംഖ്യയുടെ പൊതുരൂപവും 10n പ്ലസ് 1 ആണ്, അതിൻ്റെ വർഗവും 10ൻ്റെ ഗുണിതം പ്ലസ് 1 ആണ്. ഇതാണ് നമ്മളോട് തെളിയിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഒന്നിൽ അവസാനിക്കുന്ന ഏതൊരു സംഖ്യയുടെയും വർഗം ഒന്നിൽ തന്നെ അവസാനിക്കും. ചോദ്യം ഉത്തരമായിട്ട് എടുത്തെഴുതുക. ഒന്നിൽ അവസാനിക്കുന്ന എല്ലാ സംഖ്യകളുടെയും വർഗങ്ങളും ഒന്നിൽ അവസാനിക്കുന്നു എന്നാണ് നമ്മളിപ്പോൾ തെളിയിച്ചത്. ഇനി 5ൽ അവസാനിക്കുന്ന സംഖ്യകളായാലോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പോൾ 5ൽ അവസാനിക്കുന്ന സംഖ്യകളുടെയും വർഗങ്ങളുടെ അവസാനത്തെ സംഖ്യ എന്താണെന്ന് കണ്ടെത്തുക, സമർത്ഥിക്കുക എന്നുള്ളതാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. അതിനായി നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. 5 സ്ക്വയർ എന്നുള്ളത് 5 ഇൻറ്റു 5 25 ആണ്. ഇനി 5ൽ അവസാനിക്കുന്ന അടുത്ത സംഖ്യ 15. ഇനി 15 സ്ക്വയർ എന്നുള്ളത് 15 ഇൻറ്റു 15 225. ഇനി 25 സ്ക്വയർ എന്നുള്ളത് 25 ഇൻറ്റു 25 625. 35ൻ്റെ വർഗം 1225 എക്സിട്ര. 5ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ വർഗങ്ങളിൽ അവസാനത്തെ രണ്ടക്കങ്ങളുടെ രണ്ട് സംഖ്യകൾ തുല്യമായി കാണുന്നുണ്ട്. 25 വീതമാണ് എല്ലാ സംഖ്യകളിലും കിട്ടുന്നത്. 5ൽ അവസാനിക്കുന്ന എല്ലാ സംഖ്യകൾക്കും ഇങ്ങനെയാണോ എന്നുള്ളതാണ് ഇനി നോക്കേണ്ടത്. 5ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ പൊതുരൂപം ജനറൽ ഫോം എടുത്ത് നമുക്ക് തെളിയിക്കണം. 15നെ നമുക്ക് 10 ഇൻറ്റു 1 പ്ലസ് 5 എന്നെഴുതാം. 10 പ്ലസ് 5 15 ആണ്. 25നെ 10ൻ്റെ ഗുണിതമായിട്ട് എഴുതുമ്പോൾ 10 ഇൻറ്റു 2 പ്ലസ് 5, 10 ഇൻറ്റു 2 20 പ്ലസ് 5. 35നെ 10ൻ്റെ ഗുണിതമായിട്ട് എഴുതുമ്പോൾ 10 ഇൻറ്റു 3 പ്ലസ് 5. ഒരു 3 അക്ക സംഖ്യ 245ന് എടുക്കുകയാണെങ്കിൽ ഇത് രണ്ടും ഒരുമിച്ച് 24 ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ 10 ഇൻറ്റു 24 എന്ന് പറയാം. 24നെ 10 കൊണ്ട് ഗുണിക്കാൻ ഒരു 0 ചേർത്താൽ മതി, 240. അതിൻ്റെ കൂടെ ഈ പ്ലസ് 5 ചേർക്കുമ്പോൾ നമുക്ക് 245 കിട്ടുന്നത്. 5ൽ അവസാനിക്കുന്ന ഈ സംഖ്യകളെയെല്ലാം 10ൻ്റെ ഗുണിതം പ്ലസ് 5 എന്ന് എഴുതാം. 1 എന്നുള്ളത് ഈ സംഖ്യയാണ്, 2 എന്നുള്ളത് ഈ 10ൻ്റെ സ്ഥാനത്തെ, 3 ഇതാണ്, ഈ 24 എന്നുള്ളത് ഈ സംഖ്യകളാണ്. 5ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ പൊതുരൂപം ജനറൽ ഫോം എന്നുള്ളത് 10n പ്ലസ് 5, 10ൻ്റെ ഗുണിതം പ്ലസ് 5. ഈ n എന്നുള്ളത് ഏത് സംഖ്യയും ആവാം. ഏത് സംഖ്യയാണെങ്കിലും അതിൻ്റെ പൊതുരൂപം 10ൻ്റെ ഗുണിതം പ്ലസ് 5 ആയിരിക്കും. ഇത് 5ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ പൊതുരൂപമാണ്. ഇനി നമുക്ക് തെളിയിക്കാനുള്ളത് ഇതിൻ്റെ വർഗം എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ വർഗം കാണാം. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ വർഗം എന്നുള്ളത്
10n പ്ലസ് 5 ഹോൾ സ്ക്വയർ, അത് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ രൂപത്തിൽ, എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ, ഇത് എക്സ് ഇത് വൈ, ഇത് സമം. അപ്പോൾ എക്സ് സ്ക്വയർ എന്നുള്ളത് 10n ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് എന്നുള്ളത് 10n ഇൻറ്റു വൈ എന്നുള്ളത് 5 പ്ലസ് വൈ സ്ക്വയർ എന്നുള്ളത് 5 സ്ക്വയർ സമം 10ൻ്റെ സ്ക്വയർ എന്നുള്ളത് 10 ഇൻറ്റു 10 ഇൻറ്റു n സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 5 ആദ്യം മൾട്ടിപ്പിൾ ചെയ്താൽ 10 ഇൻറ്റു ഈ 10n പ്ലസ് 5 സ്ക്വയർ എന്നുള്ളത് 5 ഇൻറ്റു 5, 10 ഇൻറ്റു 10 എന്നുള്ളത് 100 n സ്ക്വയർ പ്ലസ് 10 ഇൻറ്റു 10 100 n പ്ലസ് 25. ഇതിലും 100 എന്നുള്ളത് പൊതുഘടകമാണ്, കോമൺ ഫാക്ടറാണ്, അത് പുറത്തേക്ക് എടുത്താൽ 100 ഇൻറ്റു n സ്ക്വയർ പ്ലസ് n പ്ലസ് 25. ഇത് നമുക്ക് 100ൻ്റെ ഗുണിതം പ്ലസ് 25 എന്നാണ് കിട്ടിയിട്ടുള്ളത്. n സ്ക്വയർ പ്ലസ് n എന്നുള്ളത് ഏത് സംഖ്യയാണെങ്കിലും അതിനെ 100 കൊണ്ട് ഗുണിച്ച് 25 കൂട്ടുന്നു എന്നുള്ളതാണ് ഈ പൊതുരൂപം. ഒരു സംഖ്യയെ 100 കൊണ്ട് ഗുണിക്കാൻ നമ്മൾ ആ സംഖ്യയുടെ കൂടെ 2 പൂജ്യം ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 25 ഇൻറ്റു 100 എന്നുള്ളത് 25ൻ്റെ കൂടെ 2 പൂജ്യം ചേർക്കുകയാണ്. പ്ലസ് 25 എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ ഒരു 25 കൂട്ടിയാൽ 5 2 5 2, ആ സംഖ്യയുടെ അറ്റത്തുള്ള 2 സംഖ്യകൾ 25 തന്നെയാവും. ഇനി 17നെ 100 കൊണ്ട് ഗുണിച്ചാൽ 17 ഇൻറ്റു 100, അപ്പോൾ 17ൻ്റെ കൂടെ 2 പൂജ്യം ചേർക്കുന്നു, അതിൻ്റെ കൂടെ 25 കൂട്ടുമ്പോൾ ഈ 2 പൂജ്യത്തിൻ്റെ കൂടെയാണ് നമ്മൾ ഈ 5ഉം 2ഉം കൂട്ടുന്നത്. അതുകൊണ്ട് ഈ അറ്റത്തെ 2 സംഖ്യകൾ എന്നുള്ളത് 25 തന്നെയാവും. ഏതൊരു സംഖ്യയെയും 100 കൊണ്ട് ഗുണിച്ചാൽ ആ സംഖ്യയുടെ അറ്റത്ത് 2 പൂജ്യങ്ങളായിരിക്കും. ആ സംഖ്യയുടെ കൂടെ നമ്മൾ 25 കൂട്ടുമ്പോൾ ആ കൂട്ടി കിട്ടുന്ന സംഖ്യയുടെ അറ്റത്തുള്ള 2 സംഖ്യകൾ 25 തന്നെയായിരിക്കും. 100ൻ്റെ ഗുണിതമായതുകൊണ്ടാണ് ഈ ഒരു പ്രത്യേകത. ഒരു സംഖ്യയെ 100 കൊണ്ട് ഗുണിക്കാൻ നമ്മൾ അതിൻ്റെ അറ്റത്ത് 2 പൂജ്യങ്ങൾ ചേർക്കുകയാണ് പതിവ്. ആ 2 പൂജ്യങ്ങളുടെ കൂടെയാണ് നമ്മൾ 25 കൂട്ടുന്നത്. അതുകൊണ്ട് ആ കൂട്ടി കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ 2 അക്കങ്ങൾ 25 ആയിരിക്കും. സ്ക്വയർ ഓഫ് എനി നമ്പർ എൻഡിങ് ഇൻ 5 ends in 25. 5ൽ അവസാനിക്കുന്ന സംഖ്യയുടെ വർഗം 25ൽ അവസാനിക്കും. നമ്മൾ നേരത്തെ 1ൽ അവസാനിക്കുന്ന സംഖ്യയുടെ വർഗം 1ൽ അവസാനിക്കുന്നു എന്നാണ്. 5ൽ അവസാനിക്കുന്ന സംഖ്യയുടെ വർഗം 25ലാണ് അവസാനിക്കുന്നത്. ഇതിലൊരു ചോദ്യം കൂടിയുണ്ട്, 6ൽ അവസാനിക്കുന്ന സംഖ്യയായാലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ 6ൽ അവസാനിക്കുന്ന സംഖ്യകളുടെയും വർഗങ്ങളുടെ അവസാനത്തെ സംഖ്യയുടെ പ്രത്യേകത നമുക്ക് നോക്കണം. ആദ്യം നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. 6ൻ്റെ വർഗം 6a സ്ക്വയർ എന്നുള്ളത് 36 ആണ്. ഇനി 6ൽ അവസാനിക്കുന്ന അടുത്ത സംഖ്യ 16. 16a സ്ക്വയർ സമം 256 ആണ്. 26a സ്ക്വയർ സമം 26 ഇൻറ്റു 26 മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് 676 ആണ് കിട്ടുന്നത്. ഇനി 6ൽ അവസാനിക്കുന്ന അടുത്ത സംഖ്യ 36. 36ൻ്റെ വർഗം എന്നുള്ളത് 1296 ആണ്. ഇവിടെ നമ്മൾ കണ്ടത് 6ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ വർഗങ്ങളുടെ അവസാനത്തെ സംഖ്യ 6 ആണ്. ഇതെല്ലാ സംഖ്യകൾക്കും ബാധകമാണ് എന്ന് പറയണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ ജനറൽ ഫോം പൊതുരൂപത്തിൽ തെളിയിക്കണം. നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ 6ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ പൊതുരൂപം ജനറൽ ഫോം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ 16 എന്ന സംഖ്യയെ നമുക്ക് 10 ഇൻറ്റു 1 പ്ലസ് 6 എന്നെഴുതാം. 26നെ 10 ഇൻറ്റു 2 പ്ലസ് 6, 10 ഇൻറ്റു 2 എന്നുള്ളത് 20, 20 പ്ലസ് 6 26 ആണ്. 36നെ 10 ഇൻറ്റു 3 പ്ലസ് 6, 10 ഇൻറ്റു 3 30 പ്ലസ് 6 എന്നുള്ളത് 36. ഇനി ഒരു 3 അക്ക സംഖ്യ എടുക്കുകയാണെങ്കിൽ 346 എടുക്കുകയാണെങ്കിൽ ഇതിനെ നമുക്ക് 34 10 എന്ന് പറയാം. 10 ഇൻറ്റു 34 പ്ലസ് 6, 10 ഇൻറ്റു 34 എന്ന് പറയുന്നത് 10 കൊണ്ട് ഗുണിക്കാൻ 34ൻ്റെ കൂടെ ഒരു പൂജ്യം ചേർത്താൽ മതി. അപ്പം 340. 340ൻ്റെ കൂടെ 6 കൂട്ടുമ്പോൾ നമുക്ക് 346 കിട്ടും. അപ്പോൾ ഈ സംഖ്യകളെ എല്ലാം നമുക്ക് 10ൻ്റെ ഗുണിതങ്ങളായിട്ട് ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇതിൻ്റെ ജനറൽ ഫോം പൊതുരൂപം എന്നുള്ളത് ഈ സംഖ്യകൾ എന്ന് പറയുന്നത് ഈ ഒറ്റയുടെ സ്ഥാനത്തെ ഈ 6 കഴിഞ്ഞിട്ടുള്ള ബാക്കി സംഖ്യകളാണ്. ഇവിടെ ഈ 1 എന്നുള്ളത് 6 കഴിഞ്ഞിട്ടുള്ള ഈ ഒരു സംഖ്യയാണ്. 2 എന്നുള്ളത് ഈ 6 കഴിഞ്ഞിട്ടുള്ള 2. അതേപോലെ 34 എന്നുള്ളത് ഈ 6 കഴിഞ്ഞിട്ടുള്ള ബാക്കി സംഖ്യയാണ്. ആ സംഖ്യകളെ നമുക്ക് n എന്നെടുത്താൽ നമുക്ക് 10 ഇൻറ്റു n പ്ലസ് 6 എന്ന് പറയാം. ഈ സംഖ്യകൾ മാറുന്നതിനനുസരിച്ച് ഈ n എന്നുള്ളത് മാറും. ഏത് സംഖ്യയാണെങ്കിലും അതിനെ 10 കൊണ്ട് ഗുണിച്ച് 6 കൂട്ടുന്നതാണ് ഈ സംഖ്യകൾ എന്നുള്ളത്. 6ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ പൊതുരൂപമാണ്
10 ഇൻറ്റു എൻ എന്നുള്ളത് 10n പ്ലസ് 6 എന്നുള്ളത്. 6ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ പൊതുരൂപം ജനറൽ ഫോമാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് 10n പ്ലസ് 6. ഇനി നമുക്ക് കാണേണ്ടത് ഈ സംഖ്യയുടെ വർഗത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ വർഗം കാണാം. 10n പ്ലസ് 6ൻ്റെ വർഗം എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ സമം എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ. ഈ രീതിയിൽ നമുക്കിത് എഴുതിയാൽ ഇത് എക്സ് ആണ്, ഇത് വൈ ആണ്. എക്സ് സ്ക്വയർ എന്നുള്ളത് 10n വർഗം പ്ലസ് 2 ഇൻറ്റു എക്സ് എന്നുള്ളത് 10n ഇൻറ്റു വൈ എന്നുള്ളത് 6 പ്ലസ് വൈ സ്ക്വയർ എന്നുള്ളത് 6 സ്ക്വയർ. ഇനി 10n വർഗം എന്നുള്ളത് 10 ഇൻറ്റു 10 ഇൻറ്റു എൻ സ്ക്വയർ പ്ലസ് ഈ 2ഉം 6ഉം തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുക. ഈ 2 ഇൻറ്റു 6 12, 12 ഇൻറ്റു 10 n പ്ലസ് 6 ഇൻറ്റു 6 സമം ഈ ഒരു സംഖ്യയിലും ഈ ഒരു സംഖ്യയിലും 10 പൊതുഘടകമാണ്, കോമൺ ഫാക്ടറാണ്. അത് നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഈ ഒരു 10 പുറത്തേക്ക് എടുത്താൽ ഈ ഒരു 10 കഴിഞ്ഞാൽ ബാക്കി ഒരു 10ഉം ഒരു n സ്ക്വയറും ഉണ്ട്. 10n സ്ക്വയർ പ്ലസ് ഈ 10 പുറത്തേക്ക് നമ്മൾ എടുത്തു, ബാക്കിയുള്ളത് 12ഉം n-ഉമാണ്. അപ്പോൾ 12n ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക പ്ലസ് 6 ഇൻറ്റു 6 എന്നുള്ളത് 36. ഇവിടെ നോക്കുക, ഈ ബ്രാക്കറ്റിനകത്തൊരു സംഖ്യയാണ്. എന്നിന് ഏത് വില കൊടുത്താലും ക്രിയ ചെയ്യുമ്പോൾ നമുക്കൊരു സംഖ്യ കിട്ടും. ആ സംഖ്യയെ 10 കൊണ്ടാണ് ഗുണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് 10ൻ്റെ ഒരു ഗുണിതമാണ്. അതിൻ്റെ കൂടെ 36 കൂട്ടുന്നതാണ്. ഈ ഒരു സംഖ്യ ഏതൊരു സംഖ്യയാണെങ്കിലും അതിനെ 10 കൊണ്ട് ഗുണിച്ചത് കൊണ്ട് 10ൻ്റെ ഗുണിതം പ്ലസ് 36 ആണ്. അതായത് മൾട്ടിപ്പിൾ ഓഫ് 10 പ്ലസ് 36. ഈ ഏതൊരു സംഖ്യേനും 10 കൊണ്ട് ഗുണിക്കുമ്പോൾ നമ്മൾ അറ്റത്ത് ഒരു പൂജ്യമാണ് ചേർക്കുക. 14 ഇൻറ്റു 10 എന്നുള്ളത് 14ൻ്റെ കൂടെ ഒരു പൂജ്യം ചേർക്കുന്നു. അതിൻ്റെ കൂടെ 36 ആണ് നമ്മൾ കൂട്ടുന്നതെങ്കിൽ ഈ ഒരു പൂജ്യത്തിൻ്റെ കൂടെ 6, 4, 3, 7, 1. 3 ഈ സംഖ്യയുടെ കൂടെ കൂടുമ്പോൾ മാറ്റം ഉണ്ടാവും. അതേസമയം 6 പൂജ്യത്തിൻ്റെ കൂടെ കൂട്ടുന്നത് കൊണ്ട് ഈ 6ന് മാത്രം മാറ്റം ഉണ്ടാവില്ല. വേറൊരു സംഖ്യ 25നെ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ 25ൻ്റെ കൂടെ നമ്മൾ ഒരു പൂജ്യം ചേർക്കുന്നു. അതിൻ്റെ കൂടെ 36 കൂട്ടുമ്പോൾ ഈ പൂജ്യത്തിൻ്റെ കൂടെ കൂട്ടുന്ന 6ന് മാറ്റം ഉണ്ടാവില്ല. 6ൽ അവസാനിക്കുന്ന ഒരു സംഖ്യയുടെ വർഗവും 6ൽ അവസാനിക്കുന്നു എന്ന് പറയാം. കഴിഞ്ഞ ചോദ്യത്തിൽ നമ്മൾ 100ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് കിട്ടിയത്. അതുകൊണ്ടാണ് അറ്റത്ത് 2 പൂജ്യം വരുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ അറ്റത്തെ 2 സംഖ്യകളായ 25 ചേർക്കുമ്പോൾ മാറ്റം ഉണ്ടാവില്ല എന്ന് പറഞ്ഞത്. 10ൻ്റെ ഗുണിതം എന്ന് പറയുന്നത് അറ്റത്ത് ഒരു പൂജ്യമാണ്. ആ പൂജ്യത്തിൻ്റെ കൂടെ 36 കൂട്ടുമ്പോൾ അറ്റത്തുള്ള ഈ 6 എന്ന സംഖ്യയ്ക്ക് മാത്രമാണ് മാറ്റമില്ലാതിരിക്കുക. അതുകൊണ്ട് നമുക്ക് പറയാം 6ൽ അവസാനിക്കുന്ന ഒരു സംഖ്യയുടെ വർഗവും 6ൽ അവസാനിക്കുന്നു. അപ്പോൾ 6ൽ അവസാനിക്കുന്ന സംഖ്യയുടെ വർഗം 6ൽ അവസാനിക്കുന്നു. സ്ക്വയർ ഓഫ് എനി നമ്പർ എൻഡിങ് ഇൻ 6 ഈസ് ഓൾസോ എൻഡ്സ് ഇൻ 6. ചലഞ്ചാണ്, ഒഴിവുള്ളപ്പോൾ ട്രൈ ചെയ്യണം. ഒരു ദിവസം ഒരു നായ ഒറ്റയ്ക്ക് നായാട്ടിനിറങ്ങി. പെട്ടെന്നാണ് കുറ്റിക്കാട്ടിലിരുന്ന ഒരു മുയൽ പുറത്ത് ചാടിയത്. നായ മുയലിനെ പിടിക്കാനായി പിന്നാലെ ഓടി. മുയലാകട്ടെ മിന്നൽ വേഗത്തിൽ കുതിച്ചു നായയുടെ പിടിയിൽ അകപ്പെടാതെ രക്ഷപ്പെടുകയും ചെയ്തു. പോയി, ഇനി വേറെ വല്ലതിനെയും നോക്കാമെന്ന് കരുതി നായ മടങ്ങുകയായിരുന്നു. അപ്പോൾ വഴിവക്കിലിരുന്ന ഒരു ആട്ടിടയൻ നായയെ കളിയാക്കി പറഞ്ഞു, നീ ഒന്നാന്തരം നായാട്ടുകാരൻ തന്നെ. നീ വലിയ ഓട്ടക്കാരനല്ലേ? നിന്റെ 4-1 പോലും വലിപ്പമില്ലാത്ത ആ മുയലിനോട് ഓടി തോറ്റു വരുന്ന നിനക്ക് ലജ്ജ തോന്നുന്നില്ലേ? എന്തിനു ലജ്ജിക്കണം? നായ ചോദിച്ചു. ഞാൻ ഓടിയത് ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടിയാണ്. ഇതല്ലെങ്കിൽ വേറെ എനിക്ക് കിട്ടും. പക്ഷേ മുയൽ ഓടിയത് സ്വന്തം ജീവന് വേണ്ടിയാണ്. ആത്മരക്ഷയോളം പ്രധാനമായ ഒരു ആവശ്യത്തിന് മുന്നിൽ നമ്മുടെ പ്രയത്നം പലപ്പോഴും പരാജയപ്പെടാറില്ല. പക്ഷെ നമ്മുടെ ലക്ഷ്യത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ നിശ്ചയിക്കുന്നിടത്താണ് നമ്മുടെ വിജയം. കഠിനമായി പരിശ്രമിച്ചാൽ അസാധ്യമായി ഒന്നുമില്ല എന്ന് തെളിയിക്കപ്പെടുകയാണ്. സ്റ്റേ ഓസം. താങ്ക് യു.